നമ്മൾ ഒക്കെ വിശ്വസിക്കുന്നതിന് വിപരീതമായിട്ട് ഇറാൻ അമേരിക്കയും ഇസ്രയേലും ഇനി എന്താണ് തങ്ങൾക്കുമേൽ ചെയ്തു കൂട്ടാൻ പോകുന്നു എന്നത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലെയല്ല ഇന്ത്യയിലെയുമല്ല പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കണം, പിൻഗാമിയായിട്ട് ഒരാൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കരുതൽ പോലും അയത്തുള്ള ഖമനേയി ചെയ്തു എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ടുള്ള വിവരം. അതായത് പാകിസ്ഥാനിലെ പക്തൂണിൽ നിന്ന് മിസൈലുകൾ വളരെ ലക്ഷ്യവേദിയായിട്ട് അയച്ചുകൊണ്ട് ഇസ്രായേൽ ലക്ഷ്യത്തിൽ എത്തുന്ന മിസൈൽ തൊടുക്കുന്നതിൽ അദ്വിതീയരായിട്ടുള്ള അതിപ്രാവീണ്യമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരത് തെളിയിച്ചിട്ടുള്ളതാണ് പലവട്ടം. പക്ഷേ ഈ പ്രാവശ്യം അവർ തൊടുത്ത് വിട്ട മിസൈലുകൾ ഉദ്ദേശിച്ചത് ഖമനേയി കുടുംബത്തിലെ സർവരെയും കൊല ചെയ്യുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ അവർ ഇതിലും വിജയിച്ചിട്ടുണ്ട്. ഒന്നാമത് ഖമനേയി കൊല്ലപ്പെട്ടു, ഖമനേയിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു, ഒരു പെൺകുട്ടിയും കൊല്ലപ്പെട്ടു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു ഖമനേയി അവശേഷിച്ചു. ആ ഖമനേയി എന്ന് പറയുന്നത് അയത്തുള്ള ഖമനേയി, മരിച്ചുപോയ നേതാവിൻ്റെ 86 വയസ്സുള്ള അപ്പുപ്പൻ താടിയുള്ള നേതാവിൻ്റെ മകനായിട്ടുള്ള മൊജിത്താബ് ഖമനേയി ആണ്. മൊജിത്താബ് ഖമനേയി 56 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഇസ്രയേലിൻ്റെ രന്ധ്രാന്വേഷികളായിട്ടുള്ള മിസൈലുകൾക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്തത്ര നിഗൂഢമായിട്ട് രാവണൻ കോട്ടയിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു. അദ്ദേഹം സക്രിയനാണ്, സജീവമാണിപ്പോൾ. ആ ഇന്നർ സർക്കിൾ എന്ന് പറയുന്ന ഉന്നതങ്ങളിൽ, അതായത് തീരുമാനമെടുക്കുന്ന ശൂര കൗൺസിലുമൊക്കെ ഉന്നതമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷേ ഒരിക്കലും ഖമനേയി അദ്ദേഹം ഒരു വിൽപ്പത്രം തയ്യാറാക്കി വെച്ചിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അതാണ് അദ്ദേഹത്തിന് മരിക്കുമെന്നറിയാം, ഏത് നിമിഷവും ഈ ഇസ്രായേൽ അതിൻ്റെ ചാരസംഘടന മൊസാദ്, അതുപോലെ തന്നെ CIA അമേരിക്കയുടെ ചാരസംഘടന തന്നെ വധിക്കും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനെന്നും ഭയക്കാതെ തന്നെയാണ് അദ്ദേഹം രാജ്യത്തെ നയിച്ചുകൊണ്ടിരുന്നത്. തങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ പാതയിൽ, തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രമാണത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഈ റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറയുന്ന സംഘടന പോലും. ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളെ അടിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRG കോർ എന്ന് പറയുന്ന സംഘടന പോലും. അല്ലാതെ അതൊരു സൈന്യമല്ല, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ. അവരുടെ ഔദ്യോഗിക സൈന്യമല്ല, രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യം വേറെ. ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടും അത് എതിർക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുമുള്ള ഒരു സംഘടനയാണ്. അതിപ്പോഴും അത് വളരെ സജീവമാണ്. ഇവരുടെ അതിൻ്റെ കമാൻഡ് ആസ്ഥാനമൊക്കെ തകർത്തു എന്ന് പറഞ്ഞിട്ടും അവർ ഈ ഓപ്പറേഷൻസൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പലരും പറയുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമിച്ചു. ഇത് പലരും വിശ്വസിക്കുന്നുമുണ്ട്. ഒരിക്കലും ആക്രമിച്ചിട്ടില്ല. ഇസ്രായേൽ കാണിച്ചതുപോലെ ഒരു മിസൈൽ അയച്ച് 185 പിഞ്ചു പെൺകുട്ടികളെ കൊല്ലാൻ വയ്യാഞ്ഞിട്ടല്ല. ഇതേ മിസൈൽ തന്നെ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിൽ ചെന്ന് വീഴാൻ കരുത്ത് കാണിച്ച ആ മിസൈൽ ഉണ്ടായിരുന്നെങ്കിൽ ബഹ്റൈനിലോ അല്ലെങ്കിൽ UAEയിലോ എവിടെ വേണമെങ്കിലും എത്ര പേരെ വേണമെങ്കിലും സിവിലിയൻസിനെ അവർക്ക് കൊല്ലാമായിരുന്നു. അവരത് ചെയ്തില്ല. ചെയ്തത് അമേരിക്കയാണ്. കാരണം ഈ മിസൈലുകളെ പ്രതിരോധിച്ച പെൻറ്റഗണിൻ്റെ മിസൈലുകൾ, പേട്രിയോട്ട് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതിനെ തകർത്ത് ചിതറി എറിയുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അമേരിക്ക അതിലൊരു കളി കളിച്ച് കാണും. ഗൾഫ് രാജ്യങ്ങളെ ഈ ഇറാനിയൻ ഭരണകൂടത്തിന് എതിരാക്കാൻ വേണ്ടി അവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചിതറി വീഴ്ത്തി കാണും. അങ്ങനെയൊക്കെയുള്ള കുബുദ്ധികൾ ഉപയോഗിക്കുന്ന ഒരു ദുഷ്ടരാജ്യമാണ് ഇപ്പോൾ ട്രംപിൻ്റെ കീഴിലെ അമേരിക്ക എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫ്ലീറ്റ് റിവ്യൂ മീറ്റ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ഷിപ്പിനെ, അമേരിക്കയുടെ ഒരു ഷിപ്പിനെ അവർ ശ്രീലങ്കയുടെ തീരത്ത് വെച്ചിട്ട്, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മുക്കിക്കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് യുദ്ധത്തിൽ ഒരിക്കലും ഇതുപോലെ മറ്റൊരു രാജ്യവും ചെയ്യാത്ത വൃത്തികെട്ട അധാർമികമായിട്ടുള്ളൊരു നടപടിയാണ്. അങ്ങനെയുള്ള നടപടികളായിരിക്കണം ഗൾഫ് രാജ്യങ്ങൾ. എന്ത് പറഞ്ഞാണ് അവരെ അവിടെ മിലിറ്ററി, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ
അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം എന്താണ്? അവരവിടെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് മിലിറ്ററി സ്റ്റേഷനുകളും നാവികത്താവളങ്ങളും ഒക്കെ അനുവദിച്ചു കൊടുത്തു. ഇത് അനുവദിച്ചു കൊടുത്തത് എന്തിൻ്റെ പേരിലാണ്? കോടിക്കണക്കിന് രൂപ ഇവരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് അബുദാബി തന്നെ 70,000 കോടി രൂപയാണ് അമേരിക്കയ്ക്ക് കൊടുത്തത് മിലിറ്ററി സ്റ്റേഷൻ സ്ഥാപിച്ചതിന്. എന്തിനാണ് മിലിറ്ററി സ്റ്റേഷൻ സ്ഥാപിച്ചത്? സ്ഥാപിച്ചത് നിങ്ങളുടെ കംപ്ലീറ്റ് സുരക്ഷ, പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറുപ്പിൻ്റെ ഉറപ്പ് പോലെ ആയില്ലേ? അവിടുത്തെ പൗരന്മാർ അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈലിൻ്റെ ഇൻ്റർസെപ്ഷൻ കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൽ മരിക്കുന്നു, ബഹ്റൈനിൽ മരിക്കുന്നു. അമേരിക്കയുടെ കപ്പൽ വരെ തുളച്ച മിസൈൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു രാജ്യത്തെ സിവിലിയൻസ് എന്ന് പറയുന്ന സോഫ്റ്റ് ടാർഗറ്റ്, അവിടുത്തെ ഒരു സ്കൂള്, ഒരു ആശുപത്രിയൊക്കെ തകർക്കാൻ കഴിയുമായിരുന്നു. അവരത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ വിമർശകർ, ഇറാൻ വിമർശകരുണ്ടല്ലോ, ഒരു കാര്യവുമില്ലാതെ നമുക്ക് ചബഹാർ തുറമുഖവും അതുപോലെ തന്നെ യുദ്ധക്കെടുതികളിൽ നമ്മളോടൊപ്പം നിൽക്കുകയും പാകിസ്ഥാനെ അനുകൂലിക്കാതിരിക്കുകയും പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം തന്നെ നടത്തുകയും ചെയ്ത ആ രാജ്യത്തെ വിമർശിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആ മണ്ണാണ് ആര്യവംശജരുടെ മണ്ണായിരിക്കാം, പക്ഷേ ആ മണ്ണാണ് നമുക്ക് തന്നത് ജംഷഡ്ജി ടാറ്റയെയും അതുപോലെ തന്നെ ഗോദ്രജിനെയും ഒക്കെ. അവരെ കൊണ്ടുള്ള പ്രയോജനം അനുഭവിക്കുന്ന ലക്ഷങ്ങൾ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മതത്തിൻ്റെ ശാസ്ത്രം നടപ്പാക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ അന്വേഷണം, അതുപോലെ തന്നെ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യ എന്ന് പറയുന്ന ആ സുന്നി രാജ്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ സുന്നി രാജ്യം അവരുടെ എത്രയെല്ലാം ഭീകരവാദികളെയാണ് ഇന്ത്യക്കെതിരെ അയക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഒന്നിനെ ഇറാൻ ഇന്ത്യക്ക് നേരെ അയച്ചിട്ടുണ്ടോ? അവർ പങ്കാളികളായിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇറാനോടൊക്കെ അടുത്ത വിരോധം നമുക്ക് പുലർത്തേണ്ട ആരുമല്ല. ബോക്കോ ഹറാം, ആഫ്രിക്കയിൽ നമ്മളെ ബോക്കോ ഹറാമിനെ എതിർക്കാറുണ്ടോ? എന്നാൽ നമുക്ക് അവർ നേരിട്ട് കുഴപ്പങ്ങളൊന്നും ചെയ്യുന്നില്ല. അവിടെ നൈജീരിയയിലുള്ള പള്ളികൾക്ക് നേരെയാണ് അവർ ആക്രമണം നടത്തുന്നത്, ഷിയ പള്ളികൾക്ക് നേരെയാണ് കൂടുതലും ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു ന്യൂനപക്ഷമാണ് ഈ ഷിയ വംശം. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇറാൻ നടത്തുന്നത്. അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ നടത്തുന്നത്. ആ പോരാട്ടം തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും അങ്ങനെ രണ്ട് വംശങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഈ അമേരിക്ക എന്തിനാണ് ഇതിനകത്ത് കടന്നു കയറുന്നത്? അതാണ് അമേരിക്ക കയറുമ്പോഴാണ് ഇവിടെ രൂക്ഷമാകുന്നത്. വാസ്തവത്തിൽ അന്തിമമായിട്ട് വേണ്ടത് പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വം ഒരുപോലെ തന്നെ രണ്ട് രാഷ്ട്രങ്ങളുടെ, അതാണല്ലോ ദ്വിരാഷ്ട്ര സിദ്ധാന്തം, അത് ഇറാൻ അംഗീകരിക്കണം. ഇസ്രായേലിനെ ഞങ്ങൾ വെച്ചേക്കുകയില്ല എന്നുള്ള ആ തീവ്രവാദം വാസ്തവത്തിൽ ഇറാൻ അവസാനിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇറാനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള ഒരു ബലതന്ത്രം ഇസ്രായേലും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മേശയ്ക്ക് ചുറ്റും അമേരിക്കയുടെ ഒരു ഇടപെടലില്ലാതെ, ആ വൃത്തികെട്ട ചെകുത്താൻ്റെ ഇടപെടലില്ലാതെ തന്നെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഇവർ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുക. നിങ്ങളിത് കേൾക്കുമ്പോൾ ഇയാൾ എന്തൊരു വിഡ്ഢിയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല. 1979 മുമ്പ് ഇസ്രായേൽ ഇറാനെയും അംഗീകരിച്ചിരുന്ന കാലമുണ്ട്. ആ കാലം എന്ന് പറയുന്നത്, ആ കാലം ഈ മതശാസനത്തിൻ്റെ കീഴിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? കാരണം അറബ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാനെതിരായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇസ്രായേലിനെ ഞങ്ങൾ വെച്ചേക്കില്ല എന്ന് വാശി പിടിച്ചത്. ആ വാശിയൊക്കെ ഉപേക്ഷിക്കൂ, ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തൂ. അബ്രാഹാമിക് കരാർ പോലെ, ക്യാമ്പ് ഡേവിഡ് കരാർ പോലെ ഒരു കരാറിൽ ഏർപ്പെടൂ. നിങ്ങളുടെ രണ്ട് വംശങ്ങളുടെയും നിലനിൽപ്പിനും നിങ്ങളുടെ രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിനും ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിനും അത് ആവശ്യമാണ്. ട്രംപ് എന്ന ചെകുത്താൻ അതിന് സമ്മതിച്ചു എന്ന് വരില്ല. പക്ഷേ ട്രംപിനെ ചെറുത്തുകൊണ്ടും തോൽപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ സമാധാനം വരുത്തേണ്ടതുണ്ട്, വരുത്തുക തന്നെ ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.